ഈ വിഷുക്കണി കാണുന്ന പോലെ നല്ല എഫേർട്ടാണ് കേട്ടോ. വിഷുക്കണി ഒരുക്കാനായിട്ട് നല്ല ബുദ്ധിമുട്ടാണ്, പക്ഷെ നല്ല രസമുണ്ടായിരുന്നു. പിന്നെ നമ്മുടെ കുട്ടികളൊക്കെ നമ്മുടെ വീട്ടിൽ ഈ കണി കാണിക്കാൻ കൊണ്ടുവന്നായിരുന്നേ, അവർക്കെല്ലാം നമ്മൾ കൈനീട്ടം കൊടുത്തു. പിന്നെ അതിമനോഹരമായിട്ട് വിഷുക്കണി നമ്മൾ ഒരുക്കി. അതെല്ലാ വർഷം ചെയ്യുന്ന പോലെ തന്നെ കേട്ടോ, നമ്മുടെ ഏറ്റവും വലിയൊരു അനുഗ്രഹമാണത്. പിന്നെ അമ്പലത്തിൽ പോയി രാവിലെ ഭഗവാനെ കണ്ടു തൊഴുത് പ്രാർത്ഥിച്ചു. തിരുവഞ്ചൂരാണ് പോയത്. നല്ല വെയിലായിരുന്നു കേട്ടോ, നല്ല വെയിലെന്ന് വെച്ചാൽ നല്ല വെയിലാണ്. അതൊക്കെ സഹിച്ച് വേണതിനൊക്കെ പോകാനായിട്ട്. അപ്പം വെള്ളമൊക്കെ കുടിക്കുക, സൺസ്ക്രീനൊക്കെ ഉപയോഗിക്കുക, അമ്പലത്തിൽ പോയി ഭഗവാനെ കണ്ട് പ്രാർത്ഥിച്ചു. ഇന്ന് തൃക്കൊടിയേറ്റായിരുന്നു കേട്ടോ. അപ്പോൾ അതിനുശേഷം വീട്ടിൽ വന്നു. വീട്ടിൽ വന്നിട്ടാണ് ഇനി ബാക്കി കാര്യങ്ങളൊക്കെ. കാരണം എന്ന് വെച്ചാൽ നമുക്ക് വിഷുവിന് അടപ്രഥമൻ ഉണ്ടാക്കണം, ഫസ്റ്റ് ടൈമാണ് ഉണ്ടാക്കുന്നത് കേട്ടോ. പക്ഷേ സക്സസ് ആയിരുന്നു. ശർക്കര പാനി ഉരുക്കി വെച്ചു, അട വേവിച്ചു, തേങ്ങ കിസ്മിസ് എല്ലാം കശുവണ്ടിയൊക്കെ നമ്മൾ നെയ്യിൽ വറുത്തു. പിന്നെ അതിനുശേഷം രണ്ടാം പാലൊഴിച്ച് ഈ അട വേവിച്ചു. അതിന് കൂടുതൽ ശർക്കര പാനി നമ്മൾ ആഡ് ചെയ്തു, അത് മിക്സ് ചെയ്തു. അതിനുശേഷം നമ്മൾ തിള വന്നതിന് ശേഷം ഒന്നാം പാല് ചേർത്തു. അതിനുശേഷം നമ്മൾ വറുത്ത് വെച്ച നമ്മുടെ കശുവണ്ടിയൊക്കെ നമ്മൾ ചേർത്തു, ഏലക്കാപ്പൊടി ചേർത്തു, ഇച്ചിരി ഉപ്പും കൂടി ഇട്ട് കഴിഞ്ഞാൽ സംഭവം സെറ്റ്. പിന്നെ സദ്യ ഭഗവാനെ നമ്മൾ നേദിച്ചു. അതിനുശേഷം ഞങ്ങളെല്ലാം കൂടെ ഒരുമിച്ചിരുന്ന് കഴിച്ചു. അതൊരു രസമാണ് കേട്ടോ. നമ്മുടെ കുടുംബം എല്ലാം കൂടെ ഒരുമിച്ചിരുന്ന് കഴിക്കുന്നതിന് എന്താ രസമെന്നറിയോ. അപ്പം സദ്യയും പായസവും എല്ലാം കഴിച്ച് വിഷു പൂർത്തിയാക്കി.